ഞങ്ങൾ ഇന്നലെ കൂടുതലും ചെയ്തത് ഓപ്പൺ സ്പേസിൽ നിൽക്കുമായിരുന്നു. അതായത് ഗ്രൗണ്ടിൽ ഓപ്പൺ സ്പേസിൽ നിൽക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഇന്നലെ ബേസിൽ, അതായത് US ഫ്ലീറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ അടിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഫുൾ പുക എല്ലാം പടർന്നു. പക്ഷേ അതുകൊണ്ട് നിന്നില്ല. പിന്നീട് രാത്രിയെല്ലാം ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് ഞങ്ങളെല്ലാം ഇറങ്ങി നിൽക്കുന്നു. അതായത് റാൻഡംലി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ബിൽഡിങ്ങിലെല്ലാം കത്തുന്ന ഓരോ ഡ്രോൺസും ഇതും എല്ലാം വരുന്നത് ഒക്കെ ഞങ്ങൾക്ക് കാണാം. അപ്പോ എന്റെ ഫ്രണ്ടില് ഒരു ബിൽഡിംഗ്, ഇങ്ങനെ വലിയൊരു ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഈ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ ബിൽഡിംഗ് കത്തി. ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടിരുന്നു കാറ്. അപ്പൊ മുകളിൽ കൂടെ ഡ്രോൺ പോവുക. സോ എന്താ ചെയ്യാൻ? ഡ്രോൺ ഒക്കെ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ ന്യൂസിലല്ലാതെ കണ്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. സോ വി വർ റണ്ണിങ്, ലിറ്ററലി ഓടുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ വന്ന ആ ബിൽഡിങ് അപ്പൊ തന്നെ ഫ്രണ്ടിൽ കത്തുവാണ്. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ എല്ലാവരും എമർജൻസി ബാഗ് സൂക്ഷിച്ചിട്ടുണ്ട്. പാസ്പോർട്ട്, അത്യാവശ്യമുള്ള കുറച്ച് ഹാൻഡി ഡോക്യുമെന്റ്സ്, മരുന്നുകള്, ഇതെല്ലാം ഞങ്ങള് എപ്പോഴും സജ്ജീകരിച്ച് കയ്യിൽ വെച്ചേക്കുന്നുണ്ട്. ഞാന് സെന്റർ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്, റനാന. ഇക്ക പറഞ്ഞതുപോലെ തന്നെ മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ തലങ്ങും വിലങ്ങും ഇടമുറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ദോഹയിലെ അന്തരീക്ഷം ഇപ്പോൾ കുറച്ചു നേരമായിട്ട് ശാന്തമാണ്, അൽഹംദുലില്ലാ. മിസൈൽ വർഷമായിരുന്നു. പിന്നെ സൗണ്ട് പിന്നെ ഈ ജെർക്ക് ചെയ്യുന്ന, ആക്ച്വലി അവർ അൽ ഉദൈദ് അവരുടെ മിലിറ്ററി ബേസ് ലക്ഷ്യമാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ പശ്ചിമേഷ്യ വല്ലാത്ത സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത്, നാട്ടിലിരുന്ന് നമ്മൾ അറിയുന്നതിനും അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളിലൂടെ ഈ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ചും GCC രാജ്യങ്ങളിലെ മലയാളികൾ അടക്കമുള്ള വലിയ വിഭാഗം ജനങ്ങൾ കടന്നു പോകുമ്പോൾ, ഇസ്രയേലിൽ നിന്ന്, അതുപോലെ ഖത്തറിൽ നിന്ന്, ബഹ്റിനിൽ നിന്ന്, UAE നിന്നൊക്കെയുള്ള സുഹൃത്തുക്കൾ ഈ വരുന്ന മിനിറ്റുകളിൽ നമുക്കൊപ്പം ശരിയാണ്. ബഹ്റിനിൽ നിന്ന് ഡോക്ടർ ലാവണ്യ ചേരുന്നു, ഇസ്രയേലിൽ നിന്ന് അഞ്ജു രാജേഷ്, അതുപോലെ ഖത്തറിൽ നിന്ന് ബുഷ്ര ആസ്കർ ചേരുന്നു. അല്പസമയത്തിനകം ഒമാനിൽ നിന്ന് നമ്മൾ MV നിഷാദിനെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം UAE നിന്ന് കനിയസ് കലാമും നമുക്കിപ്പോൾ അല്പസമയത്തിനകം ചേരും. ഞാൻ ആദ്യം ഡോക്ടർ ലാവണ്യയിൽ നിന്ന് തുടങ്ങുകയാണ്. ഡോക്ടർ ലാവണ്യ, സത്യത്തിൽ അല്പം പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എനിക്കറിയാം. കാരണം അവിടെ സൈറനുകൾ നിരന്തരമായി മുഴങ്ങുന്നുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കെട്ടിടങ്ങൾക്ക് നേരെ തന്നെ പതിക്കുന്ന ഒരു സാഹചര്യം. അത് അവിടുത്തെ 5th ഫ്ലീറ്റ്, അമേരിക്കയുടെ 5th ഫ്ലീറ്റ് നേരെയുള്ള ആക്രമണമാണ് എന്ന് പറയുമ്പോഴും അതിന്റെ സമീപത്തുള്ള വലിയ വലിയ കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. എന്താണ് ലാവണ്യ ബഹ്റിനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാവിലെ, അതായത് ഒരു ബഹ്റിൻ ടൈം ഒരു 11:45 ഞങ്ങൾക്ക് മിനിസ്ട്രിയിൽ നിന്ന് മെസ്സേജസ് ഉണ്ടായിരുന്നു. ലൈക്ക് സൈറനും എല്ലാം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ നേരം തൊട്ട് തുടങ്ങിയതാണ്. അതായത് ഇന്നലെ 11:40 തൊട്ട് തുടങ്ങിയതാണ് ഈ കാര്യങ്ങളെല്ലാം. ബട്ട് ഗവൺമെന്റ് എല്ലാം നമുക്ക് അപ്പോഴപ്പോഴുള്ള ക്രിട്ടിക്കൽ മെസ്സേജ്, അതായത് ഈ സൈറൻ നമ്മുടെ ഫോണിൽ മുഴങ്ങും. അതാണ് സംഭവിക്കുന്നത്. സോ ആ സമയത്ത് ഹൈ റൈസ് ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ താഴെ ബേസ്മെന്റിൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ കൂടുതലും ചെയ്തത് ഓപ്പൺ സ്പേസിൽ നിൽക്കുമായിരുന്നു. അതായത് ഗ്രൗണ്ടിൽ ഓപ്പൺ സ്പേസിൽ നിൽക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഇന്നലെ ബേസിൽ, അതായത് US ഫ്ലീറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ അടിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഫുൾ പുക എല്ലാം പടർന്നു. പക്ഷേ അതുകൊണ്ട് നിന്നില്ല. ഞങ്ങള് US ബേസ് ക്യാമ്പിൽ മാത്രമുള്ള അറ്റാക്ക് എന്നുള്ള ഒരു ഇതിലായിരുന്നു എല്ലാവരും. സോ അവിടെയുള്ള ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഞങ്ങളുടെ കസിൻസ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം, ആ ജുഫേറിലുള്ളവരെല്ലാം അവിടുന്ന്, അതായത് ജുഫേർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫ്ലീറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. ജുഫേർ, അതെ. ആ സ്ഥലത്തുള്ള എല്ലാരെയും ഇവാക്യുവേറ്റ് ചെയ്ത് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാവരും, അവിടുത്തെ ബിൽഡിങ്ങിൽ നിന്ന് എല്ലാവരും മാറുന്നുണ്ടായിരുന്നു. കുറെ പേരെല്ലാം ഫ്രണ്ട്സിന്റെ ഒക്കെ ആയിരുന്നു. കാരണം അവിടെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോ ഞങ്ങള് ബിൽഡിങ്ങിൽ നിൽക്കുമ്പോൾ കാണാം അവിടെ വലിയൊരു അറ്റാക്ക് ഉണ്ടായി. എല്ലാരും വീഡിയോയിൽ കണ്ടു കാണും. അപ്പൊ ആ പുകയെല്ലാം വരുന്നത് ഞങ്ങൾ ഇവിടെ കാണുമായിരുന്നു, സൗണ്ടോടെ കാണുമായിരുന്നു.
പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോ പിന്നെ സിറ്റുവേഷൻ മാറി. പിന്നീട് രാത്രിയെല്ലാം ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് ഞങ്ങളെല്ലാം ഇറങ്ങി നിൽക്കുന്നു. അതായത് റാൻഡംലി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ബിൽഡിങ്ങിലെല്ലാം കത്തുന്ന ഓരോ ഡ്രോൺസും ഇതും എല്ലാം വരുന്നത് ഒക്കെ ഞങ്ങൾക്ക് കാണാം. അപ്പോ എന്റെ ഫ്രണ്ടില് ഒരു ബിൽഡിംഗ് ഇങ്ങനെ വലിയൊരു ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ ബിൽഡിംഗ് കത്തി. അപ്പൊ ആ റാൻഡം അറ്റാക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ബഹ്റൈനില് ഒരു ചെറിയ ആ ഫ്ലീറ്റ് ഓഫീസിന്റെ ആ സൈഡിൽ മാത്രമായിരിക്കും എന്നുള്ള ഒരു ഊഹാപോഹത്തിലായിരുന്നു. അത് മാറിയത് ആഫ്റ്റർനൂണോടെ അത് മാറി. ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ ആ ഏരിയ എല്ലാം ഇതായി തുടങ്ങി. അതായത് ചിലര് ഞങ്ങൾ കാറൊക്കെ എടുത്തിട്ട് ഗ്രൗണ്ടുകളിലോട്ട് വന്ന് നിക്കാം എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടിരുന്നു കാറ്. അപ്പൊ മുകളിൽ കൂടെ ഡ്രോൺ പോവുക. സോ എന്താ ചെയ്യാൻ? ഡ്രോൺ ഒക്കെ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ ന്യൂസിലല്ലാതെ കണ്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. സോ വി വർ റണ്ണിങ്, ലിറ്ററലി ഓടുമായിരുന്നു. അപ്പം അതിന്റെ കൂടെ അല്ല അതിന്റെ ഓപ്പോസിറ്റ് ഓടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം ഓപ്പോസിറ്റ് ഓടി. ബിക്കോസ് ഞങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ വന്ന ആ ബിൽഡിങ് അപ്പൊ തന്നെ ഫ്രണ്ടിൽ കത്തുവാണ്. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോ പെട്ടെന്ന് കാറ് എടുത്തിട്ട് സേഫ് ബങ്കറിലോ, സത്യം പറഞ്ഞ സേഫ് ബങ്കേഴ്സും അതും ഇതുമൊക്കെ ഗവൺമെന്റ് അടിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു പരിഭ്രാന്തിയായിരുന്നു. അങ്ങനെ ഞങ്ങള് കാറെടുത്ത് പാസ് ചെയ്തതും ആ ബിൽഡിംഗ് ഇങ്ങനെ കത്തി. ശരിക്കും ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഡ്രോൺസും ഈ ഞങ്ങൾ കോമറ്റ്സ് എന്ന് വിചാരിക്കും പോലെ ആണ് എനിക്ക് തോന്നിയത്. അത് മിസൈൽസ് ആയിരുന്നു. ശരിക്കും ഇങ്ങനെ കത്തിക്കൊണ്ട് പോകുന്നതെല്ലാം നമ്മുടെ കണ്ണു മുന്നിൽ കാണുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ബഹ്റൈനിലെ ഹെഡ്ക്വാർട്ടേഴ്സിന് ചുറ്റുമല്ല, റാൻഡംലി എല്ലാ പ്ലേസും അറ്റാക്ക് ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ഊഹാപോഹമായിരുന്നു. ലൈക്ക് US സിറ്റിസൺസ് ഉള്ളവരെ ടാർഗറ്റ് ചെയ്യുവാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. റാൻഡംലി ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഒന്ന്. രണ്ട്, ഇന്റർസെപ്റ്റ് ചെയ്യുന്ന എല്ലാ മിസൈൽസും അതിന്റെ ഡെബ്രി വന്ന് വീഴും. അതിന്റെ അവശിഷ്ടങ്ങൾ വന്ന് വീഴ്ന്നിട്ട് കത്തും. അതെല്ലാം ഇവർ അണയ്ക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അതും ഒരു ആക്സിഡന്റൽ ഇതായിരുന്നു. കാരണം കാറിന്റെ മുകളിലും ഇതിലും ഒക്കെ വീഴുമല്ലോ. സോ എല്ലാം കൊണ്ടും ഇന്നലെയും ഒരു പരിഭ്രാന്തകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ TV-യിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല. ബഹ്റൈനിൽ ഇത്രയും ഒരു ചെറിയ, സത്യം പറഞ്ഞാൽ ബഹ്റൈൻ എല്ലാവർക്കും അറിയാം ഒരു ചെറിയ ഐലൻഡ് ആണ്. ഒരു മിസൈല് പോലും താഴാനുള്ള എങ്ങനെയാണ് എന്നുള്ള പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് ഞങ്ങൾ വലിയൊരു എല്ലാരും ഒരു ആഘാതത്തിലിരിക്കുവാണ്. ഇന്നലെ എല്ലാരും ബേസ്മെന്റിൽ തന്നെയായിരുന്നു. ഇന്നിപ്പോ സൈറൻ തൊട്ട് മുഴങ്ങണതിന് മുന്നേ എല്ലാരും കുറച്ചുപേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൂമിൽ പോയി കുറച്ചൊന്ന് എത്രയെന്നും പറഞ്ഞിരിക്കും. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. ഞങ്ങളെല്ലാവരും എമർജൻസി ബാഗ് സൂക്ഷിച്ചിട്ടുണ്ട്. പാസ്പോർട്ട്, അത്യാവശ്യമുള്ള കുറച്ച് ഹാൻഡി ഡോക്യുമെന്റ്സ്, മരുന്നുകള്, ഇതെല്ലാം ഞങ്ങള് എപ്പോഴും സജ്ജീകരിച്ച് കയ്യിൽ വെച്ചേക്കുന്നുണ്ട്. അത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇപ്പോ ന്യൂസിലൊക്കെ കാണുന്നത് ഓപ്പറേഷൻ കൂടുതലായിട്ട് വരും, അതാണ് ഇതാണ് എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് നമുക്ക് തരുന്ന എന്താണോ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഇവിടെ പെട്രോൾ ബങ്ക്സ്, മെഡിസിൻസ്, ഈവൻ സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. സപ്ലൈ എല്ലാം ഉണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണോ ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രാന്തി ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. സൈറൻ ഇപ്പൊ അതെ മുഴങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ഞാൻ. എപ്പോഴാണ് പോകേണ്ടി വരുമെന്ന് അറിയില്ല. അതെ ലാവണ്യ, ലാവണ്യ വിളിക്കുമ്പോഴും ലാവണ്യ പറഞ്ഞിരുന്നു ഞാൻ ബാഗൊക്കെ എടുത്തു വെച്ച് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഏത് സമയത്താണ് ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് ബേസ്മെന്റിലേക്ക് ഓടേണ്ടി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്നുള്ള നിലയിൽ. അപ്പോ സത്യത്തില് കൺമുന്നിൽ കാണുകയായിരുന്നു അല്ലെ ഈ ഡ്രോണുകളൊക്കെ ഇങ്ങനെ അതെ കൺമുന്നിലൂടെ പറക്കും. അതെ, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു ഫിറോസ് ഭായി. നമ്മൾ കൊറോണ ടൈമില് ന്യൂസ് ഞാൻ തന്നിട്ടുണ്ട്. അത് പിന്നെ എന്റെ സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ എന്താണ് ഇതിൽ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ല.
എന്റെ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഡോക്ടർ കൊറോണയെ പറ്റിയും വാക്സിനെ പറ്റിയും നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഫിറോസ് ഭായിയുടെ നമ്മൾ ഒരുപാട് പേരുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവസരത്തില് ഞാനൊരു നോർമൽ ഓർഡിനറി ഒരു മനുഷ്യനാണ്. ഡോക്ടറിന് ആ ഒരു ഇതിലേ അല്ല ഇത്. അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്താണ് നെക്സ്റ്റ് എന്ന് നമുക്കറിയില്ല. ബട്ട് ഫോളോ പ്രോട്ടോകോൾസ്. ആ സമയത്ത് നമ്മുടെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യില്ല. എനിക്കൊരു ആൻസൈറ്റി, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ആൻസൈറ്റി ഉള്ള കൂട്ടത്തിലാണ്. അപ്പൊ ചിലപ്പോൾ ആൻസൈറ്റി വരുമ്പം ഐ ടാപ്പ് മൈ സൈഡ് ഓഫ് ഹാർട്ട്, ലൈക്ക് ഇങ്ങനെ പയ്യെ പയ്യെ ടാപ്പ് ചെയ്യും. പിന്നെ ചിലപ്പോൾ ബ്രീത്ത് എടുക്കാൻ നോക്കും. ബിക്കോസ് തലയുടെ മുകളിൽ ഡ്രോൺ ആണ്, നമ്മൾ അത് കണ്ട് പേടിക്കും. ഓഫ് കോഴ്സ് ആൻസൈറ്റി വരും. ആ സമയത്ത് ബുദ്ധി വർക്ക് ചെയ്യില്ല. സോ ആരെങ്കിലും ഇത് കേൾക്കുവാണെങ്കിൽ, മീൻസ് ആർക്കെങ്കിലും ആൻസൈറ്റി ഉണ്ടെങ്കിൽ ആസ് എ ഡോക്ടർ പറയുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, ഡീപ് ബ്രീത്ത് എടുക്കുക. സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇതുണ്ടാവും. പിന്നെ എന്തെങ്കിലും പൊട്ടി ഡെബ്രി വരുവാണെങ്കിൽ യു ഹാവ് ടു സിറ്റ് ഇൻ ഗ്രൗണ്ട്, കവർ യുവർ ഫേസ്. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതൊക്കെ ആ സമയം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. എപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു പേഴ്സണലി മനസ്സിലായ കാര്യമാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ സമയത്ത് ബുദ്ധി വർക്ക് ചെയ്യില്ല. ആൻസൈറ്റി വരുവാണെങ്കിൽ, പാനിക് അറ്റാക്സ് വരുവാണെങ്കിൽ. സോ മെയിൻലി ഗ്ലാസ് ഉള്ള സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്ന് എല്ലാരും പറയും. അൺഫോർച്ചുനേറ്റ്ലി എന്റെ ബിൽഡിങ്ങിന് ഫുള്ള് ഗ്ലാസ് ആണ്. അതൊരു ഇതാണ്. സോ ഹൈ റൈസ് ബിൽഡിങ്ങിൽ നിന്ന് മാറി താഴെ നിൽക്കുക. അതാണ് ഒരു ടിപ്പായിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സത്യത്തിൽ ഫ്രണ്ടിൽ തന്നെ ലാവണ്യ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ പോലും അവിടെ സൈറണുകൾ മുഴങ്ങുന്നു. ഏത് സമയത്തും ബേസ്മെന്റിലേക്ക് വരാൻ തയ്യാറായിട്ടിരിക്കുന്നു. ബാഗില് നേരത്തെ ഡോക്ടർ ലാവണ്യ പറഞ്ഞതുപോലെ പാസ്പോർട്ടും അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിരുന്നു കൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ നേരിട്ട് ഈ ഡ്രോണുകളൊക്കെ ഇങ്ങനെ പാഞ്ഞു പോകുന്നതും, അതുപോലെ ഒരു കെട്ടിടം നേരിട്ട് കൺമുന്നിൽ കത്തി നശിക്കുന്നതുമൊക്കെ, അല്ലെങ്കിൽ കത്തുന്നതുമൊക്കെ നേരിട്ട് കണ്ട ഡോക്ടർ ലാവണ്യാണ് ഇപ്പോൾ ബഹ്റിനിൽ നിന്ന് അവിടുത്തെ ഒരു സാഹചര്യം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇസ്രയേലിലേക്കൊന്ന് പോവുകയാണ്. ഇസ്രയേലിൽ അഞ്ജു രാജേഷ് സേഫായി ഇരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അവിടെ പ്രത്യേകിച്ചും അറിയാമല്ലോ, ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയെ കൊല്ലപ്പെടുത്തുന്നതോടെ അവരുടെ ആക്രമണം ഏത് തരത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്താണ് അഞ്ജു ഉള്ള ആ പ്രദേശത്തിന്റെ അവസ്ഥ? എന്തൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ? മലയാളികളൊക്കെ പറയുന്നത് എന്താണ്? നമസ്കാരം ഫിറോസിക്ക. ഞാൻ സെന്റർ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്, റനാന. ഇക്ക പറഞ്ഞതുപോലെ തന്നെ മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ തലങ്ങും വിലങ്ങും ഇടമുറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ 8, 9, 10 മിസൈലുകൾ എന്ന രീതിയിൽ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോലും വളരെ ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു ചെറിയ വാക്കുണ്ട്: ഞങ്ങൾ സേഫാണ്. കാരണം ഞങ്ങൾ ജോലി ചെയ്യുന്ന ഈ ഇസ്രായേൽ എന്ന രാജ്യം ഞങ്ങൾക്ക് നൽകുന്ന സുരക്ഷ അത്രമാത്രം വലുതാണ്. ഇത്രയേറെ മിസൈലുകളും സംഭവങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ ഏരിയയിലൊന്നും കാര്യമായ രീതിയിൽ യാതൊരുവിധ അപകടങ്ങളോ ആൾക്കാർക്കോ വസ്തുക്കൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനിവിടെ 5.5 വർഷമായി ജോലി ചെയ്യുന്നു. ഹമാസിന്റെ, ഹിസ്ബുള്ളയുടെ, ഹൂത്തിയുടെ ഒക്കെ ആക്രമണങ്ങൾ പല പ്രാവശ്യം കണ്ടതാണ്. ഒക്ടോബർ 7 ആക്രമണം കണ്ടതാണ്. പക്ഷേ അന്നൊന്നും ഇതുപോണക്കത്തെ ഒരു മിസൈൽ അറ്റാക്കുകൾ ഇസ്രായേലിലോട്ട് വന്നിട്ടില്ല. ഇവിടുത്തെ ഇന്നലത്തെ സമയം രാവിലെ 7:45 നമുക്ക് ഇസ്രായേൽ എന്ന രാജ്യം വാണിംഗ് തന്നത്: ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് എപ്പോൾ വേണമെങ്കിലും അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഏത് നിമിഷവും സുരക്ഷാ റൂമിലോട്ട് പോകാൻ കരുതിയിരിക്കണം. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് വീടുകളിലും, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടില് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ബങ്കറുണ്ട്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമുക്ക് 10 മിനിറ്റ് മുമ്പേ ഒരു മെസ്സേജ് അലേർട്ട് വരും: നിങ്ങളുടെ ഏരിയയിലോട്ട് ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്, അലേർട്ട് ആയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. മിസൈല് വരുന്നതിന് 3 മിനിറ്റ് മുമ്പ് ഏത് പ്രദേശത്താണോ മിസൈല് വരുന്നത് അപ്പോൾ നമുക്ക് സൈറൻ ഇവർ തരുന്നതാണ്. ആ സൈറൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ബങ്കറിനുള്ളിലോട്ട് പോകും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് അടുത്ത മെസ്സേജ് വരും:
നിങ്ങൾക്ക് ഇപ്പോൾ ബങ്കറിൽ നിന്ന് പുറത്തേക്ക് പോകാം എന്നുള്ളത്. ഇങ്ങനെ മിസൈലുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പതിവായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കടകൾ അടച്ചിടുകയോ ഹോസ്പിറ്റലുകൾ അടച്ചിടുകയോ ഒന്നും, എല്ലാ സാധാരണ ജീവിതം അതുപോലെ തന്നെയാണ് ഇവിടെ പോകുന്നത്. പിന്നെ വർഷങ്ങൾ ഇവിടെ കണ്ടതുകൊണ്ടും നമ്മളിവിടെ സേഫ് ആണെന്നൊരു ഉറച്ച ബോധ്യം ഉള്ളത് കൊണ്ടുമാവാം ഇത് നമ്മളെ അധികം ഭയപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ ആക്രമണം അതിശക്തമാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രീതിയിലുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ രാവിലെ ഒരു 6:30 ഒരു 7:45 ഇടയ്ക്ക് 8 പ്രാവശ്യം മിസൈൽ വന്നിട്ടുണ്ട്. ആ രീതിയിലാണ് മിസൈൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ മുൻകൂട്ടി ഇത് അറിയാൻ പറ്റുന്നത് കൊണ്ടും പിന്നെ നമ്മൾ യാത്രയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ നമ്മുടെ വാഹനം നിർത്തി നമുക്കപ്പം തന്നെ ബങ്കറിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതകളും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പൊതുസ്ഥലങ്ങളിലും ഉണ്ട്. ബസ് സ്റ്റേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, അങ്ങനെ എല്ലായിടത്തും അതിനുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇവിടെ ആൾക്കാർ സുരക്ഷിതരാണ് എന്നതാണ് ഒരു സത്യം. കാരണം നാട്ടില് കാണുന്ന രീതിയിൽ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ കണ്ട് ശരിക്കും ഇസ്രയേലിൽ ജോലി ചെയ്യുന്നവരുടെ കുടുംബങ്ങളൊക്കെ ഭയങ്കരമായി ഭീതിയിലാണ്. പക്ഷെ അത്രയും ഒരു ഭീതി നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ സുരക്ഷിതരാണ്. നമുക്ക് എപ്പോഴും സുരക്ഷിതരായിരിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ രാജ്യം നമുക്ക് തരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പൗരന് കിട്ടുന്ന ഒരുപക്ഷെ അതിൽ കൂടുതലെന്ന് പറയാം. കാരണം പല വീട്ടിലും നമ്മൾ നോക്കുന്ന അപ്പച്ചനോ അമ്മച്ചിയോ വളരെ ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ബങ്കർ ഇപ്പം ബിൽഡിങ്ങിന്റെ അടിഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മളോട് അവരുടെ മക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് അത്രയും പ്രായമായതാണ്, നിങ്ങൾ യങ്ങേഴ്സാണ്, അതുകൊണ്ട് അവരെ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അപ്പോൾ തന്നെ ബങ്കറിലോട്ട് പൊയ്ക്കോണം, അത്രയും ഒരു കരുതൽ ഇവര് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് ഭീകരം തന്നെയാണ്. ഇനിയും അതെ, കൂടുമെന്നാണ് തീർച്ചയായിട്ടും അഞ്ചു പറയുന്നത് പോലെ യുദ്ധത്തിന്റെ അന്തരീക്ഷം ഭീകരം തന്നെയാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. പക്ഷേ അഞ്ചു പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിലേക്ക് നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ മാധ്യമങ്ങൾ, നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ നൽകുന്ന അത്രയും ഭീതിതമായ ഒരു അന്തരീക്ഷം ഇല്ല എന്നുള്ള നിലയിൽ തന്നെയാണ്. കുറച്ച് എക്സാജറേഷൻ യുദ്ധവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിൽ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലാവണ്യയുമായി സംസാരിച്ചപ്പോഴാണ് അവിടെ കുറച്ചുകൂടി, പ്രത്യേകിച്ചും ബഹ്റിൻ എന്ന് പറയുന്നത് ലാവണ്യ തന്നെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഐലൻഡാണ്, ഒരു ചെറിയ, നമ്മുടെ കേരളത്തില് ലാവണ്യ എത്ര ഉണ്ടാകും, കേരളത്തിലെ ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയും കൂടി ചേർത്ത് വെക്കുന്ന അത്രയും വിസ്തീർണം, അത്രയും വലിപ്പമല്ലേ ഉണ്ടാകൂ ബഹ്റിൻ പോലൊരു ഇല്ല, രാജ്യം? കൊല്ലം ചേർത്ത് വെക്കണം എന്നില്ല ഫിറോസ് ഭായ്. ഇല്ല, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം അതാ. ട്രിവാൻഡ്രം തന്നെ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. GCC കാരണം രാജ്യങ്ങളിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. GCC രാജ്യങ്ങളിലെ അതെ ഏറ്റവും അതെ ചെറിയ അതെ. രാജ്യം. സ്വാഭാവികമായിട്ടും അവിടെ ഒരു എയർബേസിലേക്ക് നടക്കുന്ന ആക്രമണം, അത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഈ കണിശമായി എയർബേസിലേക്ക് തന്നെ ചിലപ്പോൾ മിസൈലുകൾ കൊടുക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ഏത് അതെ സംവിധാനത്തിനാണ് ആ നിലയ്ക്കൊക്കെയുള്ള വലിയ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ സങ്കടകരമായ സാഹചര്യം നമ്മൾ ബഹ്റിനിൽ സംഭവിക്കുന്നുവെന്ന് ലാവണ്യയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു. ഖത്തർ പ്രത്യേകിച്ചും തലസ്ഥാനമായ ദോഹയിലേക്ക് നിരവധി തവണ ഈ ആക്രമണം നടത്തി ഇറാൻ എന്നുള്ള വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നു. ബുഷ്ര അസ്കർ, ബുഷ്ര, എന്താണ് ദോഹയിലെ, ഖത്തറിലെ ഒരു അന്തരീക്ഷം പൊതുവെ? ദോഹയിലെ അന്തരീക്ഷം ഇപ്പോൾ കുറച്ചു നേരമായിട്ട് ശാന്തമാണ്, അൽഹംദുലില്ലാ. പിന്നെ ഇന്നലെ രാവിലെ തുടങ്ങിയതാണ് ആക്ച്വലി. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എമർജൻസി അലേർട്ട് കിട്ടിക്കൊണ്ടിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു അലേർട്ട്. അത് ലാസ്റ്റ് ഇയർ അറിയാലോ, 2 ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അതിനുശേഷം ഈ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അലേർട്ടും കാര്യങ്ങളും കുറച്ചുകൂടെ സജീവമാണ് ഖത്തറിൽ. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച മുതൽ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അലേർട്ടും, പിന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സമയം കുറച്ച് മുന്നേ മുതൽ തന്നെ അലേർട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഡോക്ടർ ലാവണ്യ പറഞ്ഞ പോലെ മിസൈൽ വർഷമായിരുന്നു. പിന്നെ സൗണ്ട് പിന്നെ ഈ ജെർക്ക് ചെയ്യുന്ന, ആക്ച്വലി അവർ അൽ ഉദൈദ് അവരുടെ മിലിറ്ററി ബേസ് ലക്ഷ്യമാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഖത്തർ കുഞ്ഞു രാജ്യമാണ്. അപ്പം
ഇവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ഡെബ്രിസും അങ്ങനത്തെ ഒക്കെ വീണിട്ടും അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതുവരെ. പിന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം എല്ലാവരും ഓൺലൈൻ, ഇപ്പം സ്കൂളുകളാണെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് ഇപ്പം ഇന്ന് മുതൽ ഓൺലൈൻ എഡ്യൂക്കേഷനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഗവൺമെന്റ് നിമിഷം സെക്ടർ പുഷ്പ, ഒരു ആണെങ്കിലും നിമിഷം പ്രൈവറ്റ് പുഷ്പ, സെക്ടർ ഞാൻ ആണെങ്കിലും. ബുദ്ധിമുട്ടിലേക്ക് ഇപ്പൊ വരികയാണ്. ലാവണ്യക്ക് അവിടെ എന്തോ അസൗകര്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ലാവണ്യ, എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ലീവ് ചെയ്യാം മീറ്റിംഗിൽ ശരി നിന്ന്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലാവണ്യ? ലാവണ്യയുടെ മൈക്ക് മ്യൂട്ടാണെന്ന് തോന്നുന്നു. ലാവണ്യയുടെ മൈക്ക് മ്യൂട്ടാണ്. സോറി, മ്യൂട്ട് ആയിരുന്നു. അല്ല, നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എയർപോർട്സ് വെച്ചേക്കാണ്. നമ്മൾ ആ, സൗണ്ട് കേൾക്കുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് നോക്കും. ഇന്നലെ തൊട്ടേ നമ്മൾ അലേർട്ടായി ഇരിക്കുമല്ലേ, ഇപ്പൊ ചെറിയ കുഞ്ഞു സൗണ്ട് പോലെ എന്താണെന്ന് നോക്കും. അപ്പം എയർപോർട്സ് വെക്കുമ്പോൾ നമുക്ക് പുറത്ത് പെട്ടെന്ന് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കിയത് എന്താ. വളരെ സൂക്ഷിച്ചിരിക്കും. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം. ലാവണ്യ വളരെ സൂക്ഷിച്ചിരിക്കൂ. അതെ അതെ ഏത് അതെ സമയത്തും അതെ. ലാവണ്യക്ക് ലീവ് ചെയ്യാം. അവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഏത് ഓക്കെ സമയത്തും ലീവ് ചെയ്യാം. ഓക്കെ ഓക്കെ, പുഷ്പ ശരി പറഞ്ഞോളൂ ശരി പുഷ്പ. ശരി. കറക്റ്റ്. ഇപ്പൊ ഡോക്ടർ ലാവണ്യ പറഞ്ഞ പോലെ ഞാനും കുറച്ചു നേരത്തെ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കും പിന്നെയും തുടങ്ങിയോന്ന്. അതിപ്പോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു വൈബ്രേഷൻ, ഒരു ഇങ്ങനെ ഒരു സൗണ്ട്, ഒരു കുലുക്കം, ഇതൊക്കെ അങ്ങനെയാണ് ഇപ്പൊ സിറ്റുവേഷന്. പിന്നെ കുറച്ചു നേരമായിട്ട് ഇപ്പൊ ഇല്ല. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഒരു 7:30, നമ്മുടെ ഖത്തർ ടൈം ഒരു 7:30 ആയപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഒരു 2:30 ആയപ്പോൾ ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെയാണ് നമ്മളെല്ലാവരും. ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് കഴിയുന്നതും വീട്ടിൽ തന്നെ തുടരുക എന്നുള്ളത്. എന്നിരുന്നാലും പക്ഷെ ഗവൺമെന്റിന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ട് എല്ലാ കാര്യത്തിനും. ഇപ്പം അവശ്യ സാധനങ്ങളുടെ സംവിധാനമാണെങ്കിലും ആരോഗ്യ മേഖല ഒക്കെ ഫുൾ 24 hours ആക്റ്റീവ് ആണ്. പിന്നെ നമ്മൾ ഇപ്പം എല്ലാവരും ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം അവരാണെങ്കിലും നമുക്ക് ആ ഒരു ധൈര്യം തരുന്നുണ്ട്. എല്ലാ വാർത്താ സമ്മേളനങ്ങളൊക്കെ അതിൽ കൂടെ ആണെങ്കിലും ഒക്കെ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആക്ച്വലി. പിന്നെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും. ഇന്നലെ മുതൽ ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ആരും പുറത്ത് അങ്ങനെ കഴിയുന്നതും ഇറങ്ങുന്നില്ല. സോഫാർ ഈസ് ഓക്കെ, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സുരക്ഷിതരാണ്, അതെ, ഈ സേഫ് ആണ്. വാർത്തകളൊക്കെ ഇങ്ങനെ വരുമ്പോഴും കൃത്യമായിട്ടും ഈ രാജ്യങ്ങളൊക്കെ ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എനിക്ക് തോന്നുന്നു ബഹ്റിനിലാണ് അതെ നേരിട്ട് നമ്മൾ ഒരു ദൃശ്യം കണ്ടത്. ഒരു കെട്ടിടത്തിലേക്ക് ഡ്രോൺ നേരിട്ട് പതിക്കുന്ന ഒരു ദൃശ്യം ബഹ്റിനിൽ നിന്നാണ് കണ്ടത്. മറ്റേ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഡെബ്രിസ് ആണ് അവർ ഇന്റർസെപ്റ്റ് ചെയ്ത അതെ അതെ ശേഷമുള്ള അതെ കുറച്ച് ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. കുറച്ച് എക്സാജറേഷൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റിപ്പോർട്ടിങ്ങിലൊക്കെ സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുള്ളത് ലാവണ്യയോട്. ഇപ്പൊ ഇന്നലെ വാർത്തകളിലൊക്കെ കണ്ട ദൃശ്യങ്ങൾ അത് നേരിട്ട് കണ്ട ആളാണ് ഡോക്ടർ ലാവണ്യ. അതായത് ഒരു അതെ കെട്ടിടത്തിലേക്ക്, ഒരു വലിയ ബഹുനില കെട്ടിടത്തിലേക്ക് നേരിട്ട് ഒരു ഡ്രോൺ വന്ന് അതെ പതിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് കേരളത്തിലെ പല മാധ്യമങ്ങളും, എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ജനവാസ കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം എന്ന നിലയിലേക്ക് മാറുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ അതെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ നോക്കുമ്പോൾ ഈ കെട്ടിടം ഉം ഏതാണ്ട് ഈ 5th ബറ്റാലിയൻ ഇവരുടെ യു എസിന്റെ, അമേരിക്കയുടെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനത്തിന് ഏതാണ്ട് അടുത്താണ് എന്ന നിലയിലാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ലാവണ്യക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്? എന്താണ് പറയാനുള്ളത്? എനിക്കും കൃത്യമായ റിപ്പോർട്ട്സ് ഒന്നും ഇല്ല. ഞാനും ഈ കാണുന്ന ന്യൂസസ് ഒക്കെയാണ്. എന്റെ ഒരു വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗ് താമസിച്ചിരുന്ന ബിൽഡിംഗ് ആണ്. നമ്മള് ഈ 23rd ഫ്ലോറിലാണ് പുള്ളി താമസിച്ചിരുന്നത്. ലക്കിലി പുള്ളി സൗദിയിൽ പോയിരുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം കത്തി ഫുൾ ആ ബിൽഡിംഗ് നശിച്ചു. പക്ഷേ എനിക്കറിയില്ല ഇത് തെറ്റായ വാർത്തയാണോ സത്യമായ വാർത്തയാണോ. അറിയാൻ കഴിഞ്ഞത് ലക്ഷ്യമിട്ടത് വേറെ ഒരു ബിൽഡിംഗ് ആണ്.